ശ്രീ മാട്രേ നമോ. എല്ലാവർക്കും നമസ്കാരം. മീനം രാശിക്കാർ ഏപ്രിൽ 11, 12, 13, 14, 15 തീയതികളിൽ ഈ 3 സ്ഥലങ്ങളിൽ പോയാൽ പ്രാണൻ നഷ്ടപ്പെടും. ശ്രദ്ധിക്കുക. മീനം രാശിയിൽ ജനിച്ചവർ ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ്. മീനം രാശിക്കാർ ദയവായി ഈ ഏപ്രിൽ മാസത്തിലെ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ, അതായത് ഈ 3 സ്ഥലങ്ങളിലേക്ക് പോകരുത്. പോയാൽ നിങ്ങളെ ആ ദൈവത്തിന് പോലും രക്ഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ജാതകം അനുസരിച്ച് നിങ്ങൾ ഈ 3 സ്ഥലങ്ങളിലേക്ക് പോയാൽ ബുദ്ധിമുട്ടുകൾ, നഷ്ടങ്ങൾ, ദുരദൃഷ്ടങ്ങൾ എല്ലാം നിങ്ങളെ പിന്തുടർന്ന് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കും. ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് ഓം നമഃ ശിവായ എന്ന് കമന്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ഒരു ചെറിയ ലൈക്ക് നൽകിയാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്താൻ സഹായിക്കും. അതുപോലെ ഞങ്ങൾക്കും കുറച്ച് പ്രചോദനമാകും. മീനം രാശിക്കാർ ഈ ലോകത്ത് എവിടെയായിരുന്നാലും എത്ര തിരക്കിലാണെങ്കിലും ഈ സന്ദേശം കാണുക. ഈ വീഡിയോയിൽ നിങ്ങൾ പോകാൻ പാടില്ലാത്ത ഈ 3 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നും അവിടങ്ങളിൽ പോയാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മിസ് ചെയ്യാതെ കാണുക. പലരും അനാവശ്യ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാറുണ്ട്. എന്നാൽ ജീവിതത്തിന് വിലപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ബോറിംഗായി കണ്ട് സ്കിപ്പ് ചെയ്യാറുണ്ട്. പിന്നീട് യഥാർത്ഥ കാര്യം മനസ്സിലാക്കാതെ ഈ വീഡിയോയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ് യഥാർത്ഥ കാര്യം മറന്നുപോകുന്നു. പിന്നീട് നഷ്ടം സംഭവിച്ചതിനു ശേഷം ദുഃഖിക്കുന്നു. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ക്ഷമയോടെ കേൾക്കുക. നിങ്ങളുടെ ജീവിതം മാറ്റുക. നിങ്ങൾ സ്ഥിരതയ്ക്കും സൗകര്യങ്ങൾക്കും സുരക്ഷയ്ക്കും അതീവ പ്രാധാന്യം നൽകുന്ന മീനം രാശിക്കാരാണ്. നിങ്ങളുടെ രാശി ലക്ഷണങ്ങൾക്ക് വിപരീതമായ നെഗറ്റീവ് എനർജി നൽകുന്ന ഈ 3 സ്ഥലങ്ങളിൽ പോകുന്നത് നിങ്ങളുടെ മാനസിക സമാധാനം, സാമ്പത്തിക സ്ഥിരത എന്നിവ പൂർണ്ണമായും തകർക്കും. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ പോലും മോശമാകാൻ സാധ്യതയുണ്ട്. ഈ പ്രധാനപ്പെട്ട മുന്നറിയിപ്പ് നിങ്ങളുടെ ഭാവിക്കും നിങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി മാത്രമാണ്. ഈ പ്രധാനപ്പെട്ട ജ്യോതിഷ സത്യം മനസ്സിലാക്കി ജീവിതത്തിൽ നിങ്ങൾ എടുക്കാൻ പോകുന്ന ഓരോ ചുവടിലും ശ്രദ്ധാലുവായിരിക്കുക. ഏത് ചെറിയ തെറ്റും ഒരു വലിയ അപകടത്തിലേക്ക് നയിച്ചേക്കാം. നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടതാണ്. അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. മീനം രാശിക്കാർ ഏത് 3 സ്ഥലങ്ങളിൽ പോകരുതെന്ന് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഈ മീനം രാശിക്കാർ രാശിചക്രത്തിലെ 12ാമത്തെ രാശിയാണ്, അതായത് അവസാനത്തെ രാശി. എന്നാൽ ഈ രാശിയുടെ അധിപൻ വ്യാഴമാണ്, അതായത് രാശിചക്രത്തിലെ 12ാമത്തെ രാശിയാണെങ്കിലും വ്യാഴം ഈ രാശിക്കാർക്ക് വ്യാഴബലം ധാരാളമായി നൽകുന്നു. അതിനാൽ ഇവർ വളരെ ഭാഗ്യവാന്മാരാണെന്ന് പറയാം. അതുപോലെ മീനം രാശിക്കാർ വ്യക്തിപരമായും വളരെ നല്ലവരാണ്. അതായത് മനസ്സുകൊണ്ടോ സ്വപ്നത്തിൽ പോലുമോ ആരുടെയും ദോഷം ആഗ്രഹിക്കില്ല, ആരുടെയും തിന്മ ആഗ്രഹിക്കില്ല. എല്ലാവരും നന്നായിരിക്കണം. നമ്മുടെ ജീവിതം ഇങ്ങനെയാണെങ്കിലും നമ്മളെപ്പോലെ എല്ലാവരും എന്തിന് കഷ്ടപ്പെടണം? ഓരോരുത്തർക്കും ഉള്ളത് അവർ അനുഭവിക്കുന്നു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞ് തള്ളിക്കളയും. എന്നാൽ ആരുടെയും മുന്നിൽ അവർ കരയില്ല. ആരെക്കുറിച്ചും തെറ്റായി ചിന്തിക്കില്ല, കുറച്ചായി ചിന്തിക്കില്ല. ഇനി പ്രധാന വിഷയത്തിലേക്ക്. ജീവിതയാത്രയിൽ ഓരോ മനുഷ്യനും ചില പ്രത്യേക സ്വഭാവങ്ങളും സവിശേഷതകളും ഉണ്ട്. പ്രത്യേകിച്ച് മീനം രാശിയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ നിങ്ങൾ എപ്പോഴും മാന്യമായ ജീവിതം നയിക്കാനും 4 പേരിൽ നല്ല പേര് സമ്പാദിക്കാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ഗ്രഹങ്ങളുടെ ചലനങ്ങളും നിലവിലെ സാഹചര്യങ്ങളുടെ സ്വാധീനവും കാരണം നിങ്ങൾ ചില സ്ഥലങ്ങളിൽ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അപകടകരമായേക്കാം. ഇതിൽ ആദ്യത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും നിങ്ങൾക്ക് ഒരു ബഹുമാനവും ലഭിക്കാത്ത സ്ഥലമാണ്. മനുഷ്യന് ഭക്ഷണത്തെക്കാൾ ആത്മാഭിമാനമാണ് വലുത്. നിങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിയാത്ത സ്ഥലത്തും നിങ്ങളുടെ വാക്കുകൾക്ക് വിലയില്ലാത്ത സ്ഥലത്തും പോകുന്നത് നിങ്ങളെ തന്നെ താഴ്ത്തിക്കെട്ടുന്നതിന് തുല്യമാണ്. നിങ്ങളുടെ രാശിക്കാർ സാധാരണയായി വളരെ ലോൽഹൃദയരും വിശ്വസ്തരുമാണ്. നിങ്ങൾ മറ്റുള്ളവർക്ക് നൽകുന്ന ബഹുമാനം തിരികെ പ്രതീക്ഷിക്കുന്നത് തെറ്റല്ല. എന്നാൽ സമൂഹത്തിൽ എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കില്ല. ചിലർ നിങ്ങളെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നതിലൂടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളെ പരിഹസിക്കുന്നതിലൂടെയോ സന്തോഷം കണ്ടെത്തുന്നു. അത്തരം ആളുകൾക്കിടയിൽ നിങ്ങൾ എത്ര കാലം ഉണ്ടായിരുന്നാലും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപമാനമല്ലാതെ ആദരവല്ല. നിങ്ങളുടെ മൂല്യം അറിയാത്ത സ്ഥലത്ത് നിങ്ങൾ പ്രകടിപ്പിക്കുന്ന കഴിവോ നിങ്ങൾ കാണിക്കുന്ന സ്നേഹവാത്സല്യങ്ങളോ പാഴായി പോകും. നിങ്ങൾ ആത്മീയർ എന്ന് കരുതി പോകുന്ന ചില ബന്ധുക്കളുടെ വീടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയോ ആകാം. അവിടെ നിങ്ങളെ ഒരു ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ച് ഉപേക്ഷിക്കുന്ന സ്വഭാവമുള്ളവർ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് നല്ലതാണ്. അത്തരം
സ്ഥലങ്ങളിൽ പോകുന്നത് നിങ്ങളുടെ മാനസിക സമാധാനത്തെ തകർക്കും. ഉള്ളിൽ നീരിപ്പുകയുന്നത് നിങ്ങളുടെ ആരോഗ്യത്തെയും ബാധിക്കും. ബഹുമാനമില്ലാത്ത സ്ഥലത്ത് നിങ്ങളുടെ സാന്നിധ്യം ഒരു ഭാരമായി മാറും. അത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ ക്രമേണ കുറയ്ക്കും. അതിനാൽ ആരെങ്കിലും നിങ്ങളെ ചെറിയ കണ്ണുകളോടെ കാണുന്നുവെന്ന് തോന്നിയാലോ അല്ലെങ്കിൽ നിങ്ങളോട് അനാദരവോടെ പെരുമാറുന്നുവെന്ന് അറിഞ്ഞാലോ അത്തരം സ്ഥലങ്ങളിലേക്കോ വ്യക്തികളുടെ അടുത്തേക്കോ പോകുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം. നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്ന സ്ഥലത്ത് മാത്രം നിങ്ങൾ നിൽക്കണം. അപ്പോൾ മാത്രമേ നിങ്ങളുടെ വളർച്ച സാധ്യമാകൂ. രണ്ടാമത്തെ കാര്യം എന്തെന്നാൽ, മുമ്പ് നിങ്ങൾ എവിടെയാണോ വഞ്ചിക്കപ്പെട്ടത്, ഏത് സാഹചര്യത്തിലാണോ ചതിക്കപ്പെട്ടത്, വീണ്ടും അതേ സ്ഥലത്തേക്കോ അതേ സാഹചര്യത്തിലേക്കോ പോകുന്നത് വളരെ അപകടകരമാണ്. മനുഷ്യ സഹജമായി നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. എന്നാൽ ചെയ്ത് തെറ്റ് വീണ്ടും ചെയ്യുന്നത് മണ്ടത്തരമാണ്. മീനം രാശിക്കാർക്ക് ഒരു പ്രത്യേക ഗുണമുണ്ട്. അതെന്തെന്നാൽ നിങ്ങൾക്ക് ഭൂതകാലം പെട്ടെന്ന് മറക്കാൻ കഴിയില്ല. അതുപോലെ സംഭവിച്ച് നഷ്ടം സഹിക്കാനും കഴിയില്ല. എവിടെയെങ്കിലും ഈ തവണ എല്ലാം നന്നായിരിക്കും എന്ന പ്രതീക്ഷ നിങ്ങളെ വീണ്ടും അതേ കുഴിയിലേക്ക് വലിച്ചിഴയ്ക്കും. മുമ്പ് നിങ്ങൾ ഒരു ബിസിനസ്സിലോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ വിശ്വസിച്ച് ഒരു സ്ഥലത്ത് പോയി വഞ്ചിക്കപ്പെട്ടിരിക്കാം. അന്ന് നിങ്ങൾ സാമ്പത്തികമായോ മാനസികമായോ ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം. കാലം കഴിയുന്തോറും ആ മുറിവുകൾ ഉണങ്ങിയേക്കാം. പക്ഷേ ആ സ്ഥലത്തിന്റെ നെഗറ്റീവ് ഊർജം അല്ലെങ്കിൽ ആ സാഹചര്യത്തിന് പിന്നിലുള്ള ഗൂഢാലോചനകൾ അതുപോലെ നിലനിൽക്കും. പഴയ കാര്യങ്ങൾ മാറ്റിവെക്കാം. ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയല്ലോ എന്ന് ആരെങ്കിലും നിങ്ങളെ വിശ്വസിപ്പിച്ചാലും നിങ്ങൾ ജാഗ്രത പാലിക്കണം. ഒരിക്കൽ നിങ്ങൾക്ക് കൈപ്പേറിയ അനുഭവം നൽകിയ ഒരിടം നിങ്ങൾക്ക് ഒരിക്കലും മധുരം നൽകില്ല. ആ സ്ഥലത്തിന്റെ സ്വഭാവം അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളുടെ സ്വഭാവം മാറുന്നത് അസാധ്യമാണ്. നിങ്ങൾ വീണ്ടും അവിടേക്ക് പോകാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് നിങ്ങളുടെ നാശത്തിലേക്കുള്ള വഴി നിങ്ങൾ തന്നെ തുറക്കുന്നതിന് തുല്യമാണ്. ഇത്തവണ ഉണ്ടാകുന്ന നഷ്ടം മുമ്പത്തേതിനേക്കാൾ 100 മടങ്ങ് കൂടുതലായിരിക്കാൻ സാധ്യതയുണ്ട്. ഇത് പണത്തെക്കുറിച്ചുള്ള കാര്യം മാത്രമല്ല, നിങ്ങളുടെ സാമൂഹിക നില, കുടുംബത്തിന്റെ അഭിമാനം, നിങ്ങളുടെ ഭാവി എന്നിവയെല്ലാം പണയം വെക്കേണ്ടി വരും. ഒരിക്കൽ വീണ സ്ഥലത്ത് വീണ്ടും വീഴുന്നത് നിങ്ങളുടെ വിവേകത്തിനുള്ള പരീക്ഷണമാണ്. അതുകൊണ്ട് മുമ്പ് നിങ്ങൾക്ക് അനീതി നേരിട്ട് സ്ഥലങ്ങളും നിങ്ങളെ വഞ്ചിച്ച വ്യക്തികളെയും നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കുക. അങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യരുത്. അനുഭവം പഠിപ്പിച്ച പാഠം ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് ഉത്തമമാണ്. ഇനി മൂന്നാമത്തേതും നിലവിൽ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നതുമായ ഒരു കാര്യം എന്തെന്നാൽ, പുതിയ ആളുകളോടോ അല്ലെങ്കിൽ അത്ര പരിചയമില്ലാത്ത ആളുകളോടോ ഒപ്പം അറിയാത്ത വിജനമായ അല്ലെങ്കിൽ അപകടകരമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. ഇപ്പോഴത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ സ്വാധീനം കാരണം അപരിചിതരുമായുള്ള സൗഹൃദങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആരാണെന്ന് അറിയാത്ത ഒരാൾ ഫോണിൽ നന്നായി സംസാരിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ ഓൺലൈനിൽ പരിചയപ്പെട്ടതുകൊണ്ടോ അവരെ വിശ്വസിച്ച് പുറത്തു പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ അപകടത്തിലാക്കുന്നതിന് തുല്യമാണ്. അപരിചിതർ മാത്രമല്ല, നിങ്ങൾക്ക് അറിയുന്നവരിൽ പോലും ശത്രുക്കൾ ഉണ്ടാകാം. നിങ്ങളുടെ അരികിൽ ശത്രുക്കളെപ്പോലെ ചില ആളുകൾ ഉണ്ടാകാം. അവർ നിങ്ങളോടൊപ്പം ചിരിച്ചും സംസാരിച്ചും നടക്കും. എന്നാൽ അവരുടെ മനസ്സിൽ നിങ്ങളോട് അസൂയയും വെറുപ്പും ഉണ്ടാകാം. നിങ്ങളുടെ വളർച്ച കണ്ട് അസൂയപ്പെടുന്നവർ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ കുഴപ്പത്തിലാക്കാൻ ശ്രമിക്കും. അങ്ങനെയുള്ളവർ നിങ്ങളെ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞ് പുതിയ സ്ഥലങ്ങളിലേക്ക് വരാൻ ക്ഷണിച്ചേക്കാം. അവിടെ എന്തോ അത്ഭുതമുണ്ടെന്നും അവിടെ പോയാൽ വളരെ രസകരമായിരിക്കുമെന്നും നിങ്ങളെ പ്രലോഭിപ്പിച്ചേക്കാം. എന്നാൽ നിങ്ങൾക്ക് അറിവില്ലാത്ത സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലോ തിരക്കില്ലാത്ത പ്രദേശങ്ങളിലോ പോകുന്നത് ശാരീരിക ആക്രമണങ്ങൾക്കോ കൊള്ളകൾക്കോ ഇരയാകാനുള്ള സാധ്യതയുണ്ട്. മീനം രാശിക്കാർ സാധാരണയായി എല്ലാവരെയും വിശ്വസിക്കും. എന്നാൽ ഈ കാര്യത്തിൽ നിങ്ങൾ വളരെ കർശനമായിരിക്കണം. ആരെങ്കിലും നിങ്ങളെ പുറത്തേക്ക് വരാൻ വിളിക്കുമ്പോൾ അവരുടെ ഉദ്ദേശ്യം എന്താണ്? ആ സ്ഥലം എത്രത്തോളം സുരക്ഷിതമാണ്? അവിടെ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? തുടങ്ങിയ കാര്യങ്ങൾ തീർച്ചയായും ചിന്തിക്കണം. സൗഹൃദത്തിന്റെ പേരിലും ബന്ധുത്വത്തിന്റെ പേരിലും നിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന ധാരാളം ആളുകളുണ്ടാകും. പ്രത്യേകിച്ച് നിങ്ങളുടെ സ്വത്തുക്കളിൽ കണ്ണുവെച്ചവരോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരോ ഇത്തരം കുതന്ത്രങ്ങളിൽ ഏർപ്പെടും. നിങ്ങൾ ഒരു ചുവട് പുറത്തേക്ക് വെക്കുന്നതിന് മുമ്പ് 100 തവണ ചിന്തിക്കണം. നിങ്ങളുടെ സംരക്ഷണം നിങ്ങളുടെ കൈകളിലാണ്. ദൈവം നിങ്ങൾക്ക് വിവേകം നൽകിയിട്ടുണ്ട്. അത് ഉപയോഗിച്ച് ഏതാണ് നല്ലത്, ഏതാണ് ചീത്ത എന്ന് തീരുമാനിക്കണം. അപകടം പതിയിരിക്കുന്നു എന്നറിഞ്ഞാലോ അല്ലെങ്കിൽ ആ
സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ ഇല്ലെങ്കിലോ അവിടേക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. ഈ 3 തരം സ്ഥലങ്ങളെയും സാഹചര്യങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്തെന്നാൽ, മാനസിക ദൃഢത എവിടെയും നമുക്ക് ബഹുമാനം ലഭിക്കാതെ വരുമ്പോൾ നമ്മുടെ മനസ്സ് വികലമാകും. ആ വികലമായ മനസ്സോടെ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും. ബഹുമാനമില്ലാത്ത സ്ഥലത്ത് നിൽക്കുന്നത് നമ്മുടെ സർഗാത്മകതയെ നശിപ്പിക്കും. നിരന്തരം മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും വിധേയരാകുകയാണെങ്കിൽ നമ്മൾ നമ്മളിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തും. ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെ സാധാരണ നിലയിലേക്ക് മടങ്ങിവരുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ആദ്യ പടിയിൽ തന്നെ ജാഗ്രത പാലിക്കണം. നിങ്ങൾക്ക് വില നൽകാത്ത വ്യക്തികളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മര്യാദ പൂർവം ഒഴിവാക്കുക. അവർക്കായി നിങ്ങളുടെ സമയവും ഊർജവും പാഴാക്കരുത്. അതുപോലെ മുൻപ് നടന്ന വഞ്ചനകളിൽ നിന്ന് പാഠങ്ങൾ പഠിച്ചില്ലെങ്കിൽ കാലം നിങ്ങളെ ക്ഷമിക്കില്ല. ഒരിക്കൽ വഞ്ചിക്കപ്പെടുന്നത് അനുഭവം, 2ാം തവണ വഞ്ചിക്കപ്പെടുന്നത് നിഷ്കളങ്കത, എന്നാൽ 3ാം തവണയും അതേ തെറ്റ് ചെയ്യുന്നത് ആത്മഹത്യക്ക് തുല്യമാണ്. മീൻ രാശിക്കാർക്കുള്ള പിടിവാശി ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്ലസ് ആകും. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ആ പിടിവാശി നിങ്ങൾക്ക് ഒരു മൈനസ് ആകരുത്. ഞാൻ അത് നേടിക്കാണിക്കും എന്ന വാശിയോടെ വഞ്ചനാപരമായ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നിങ്ങളുടെ ശക്തി പുതിയ വഴികളിൽ ഉപയോഗിക്കുന്നത് നിങ്ങളെ ഉന്നത സ്ഥാനത്ത് നിർത്തും. ഇനി സാമൂഹിക സുരക്ഷയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇന്നത്തെ സമൂഹത്തിൽ മനുഷ്യരെക്കാൾ മൃഗങ്ങളാണ് കൂടുതലായി ചുറ്റിത്തിരിയുന്നത്. ആത്മീയരുടെ വേഷം ധരിച്ച ശത്രുക്കളെ തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. അവർ നിങ്ങളോടൊപ്പം ഭക്ഷണം കഴിക്കാം, നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാം, എന്നാൽ അവസരം കിട്ടുമ്പോൾ പുറകിൽ നിന്ന് കുത്താൻ അവർ ഒട്ടും മടിക്കില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാത്ത സ്ഥലങ്ങളിലേക്ക് ആരുമായും പോകരുത്. പ്രത്യേകിച്ചും സാമ്പത്തിക ഇടപാടുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനോ വിജനമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കരുത്. എപ്പോഴും ആളുകളുള്ള സ്ഥലത്ത് സുരക്ഷിതമായ ഒരന്തരീക്ഷത്തിൽ നിൽക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ കുടുംബം നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങളുടെ ക്ഷേമമാണ് അവരുടെ സന്തോഷം. അതുകൊണ്ട് നിങ്ങളുടെ ജീവനോ നിങ്ങളുടെ അഭിമാനത്തിനോ ഭംഗം വരുത്തുന്ന ഒരു സാഹസവും ചെയ്യരുത്. ഇനി അവസാനമായി പറയുകയാണെങ്കിൽ, ജീവിതം വളരെ വിലപ്പെട്ടതാണ്. അത് അനാവശ്യമായ സ്ഥലങ്ങളിൽ അപാത്രദാനം ചെയ്ത് പാഴാക്കരുത്. നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കാത്ത ഒരിടത്ത് നിങ്ങൾ നിൽക്കുന്നത് ആ ദൈവം നിങ്ങൾക്ക് നൽകിയ അത്ഭുതകരമായ ജന്മത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്. നിങ്ങൾ പോകുന്ന ഓരോ സ്ഥലത്തും നിങ്ങളുടെ വ്യക്തിത്വം പ്രതിഫലിക്കണം. അതുപോലെ ഭൂതകാലം ഒരു ഗുരുവിനെ പോലെയാണ്. അത് പഠിപ്പിച്ച പാഠങ്ങൾ ഓർമ്മിക്കുകയും പഴയ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. അപരിചിതരെയും അതുപോലെ അമിതമായി അഭിനയിക്കുന്ന അടുത്ത ആളുകളെയും ശ്രദ്ധിക്കണം. ആരെങ്കിലും നിങ്ങളെ അപകടകരമായ സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടാൻ ശ്രമിക്കുന്നു എന്ന് ചെറിയ സംശയം തോന്നിയാൽ പോലും നിർബന്ധമായും വേണ്ട എന്ന് പറയാൻ പഠിക്കണം. നിങ്ങളുടെ ജീവിതത്തിന്റെ ഉടമ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ തീരുമാനങ്ങളാണ് നിങ്ങളുടെ ഭാവിയെ നിർണയിക്കുന്നത്. ഈ 3 സ്ഥലങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്നതിലൂടെ നിങ്ങൾ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സന്തോഷവും ഐശ്വര്യവും നേടുകയും ചെയ്യും. അനാവശ്യമായ വഴക്കുകൾ, കോടതി കേസുകൾ, മാനസിക സമ്മർദ്ദങ്ങൾ എന്നിവ ഒഴിവാക്കാൻ ഈ മുന്നറിയിപ്പുകൾ നിർബന്ധമായും പാലിക്കണം. നിങ്ങൾ വിവേകത്തോടെ പെരുമാറിയാൽ ഗ്രഹങ്ങളുടെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും. നല്ല സുഹൃത്തുക്കളെ സമ്പാദിക്കുക. നിങ്ങളെ സ്നേഹിക്കുന്ന കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കുക. അപ്പോൾ മീനം രാശിക്കാർക്കുള്ള യഥാർത്ഥ ശക്തി പുറത്തുവരും. ഭയം വേണ്ട, എന്നാൽ ജാഗ്രത ആവശ്യമാണ്. വിവേകത്തോടെ പെരുമാറുക, സുരക്ഷിതമായിരിക്കുക. നിങ്ങൾ എടുക്കുന്ന ഓരോ മുൻകരുതലും നിങ്ങളുടെ കുടുംബത്തെയും സംരക്ഷിക്കും. അതിനാൽ എവിടെ പോകണം, ആരുടെ കൂടെ പോകണം എന്ന കാര്യങ്ങളിൽ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഒരു സാഹചര്യത്തിലും ആവേശത്തിലോ അത്യാഗ്രഹത്തിലോ തീരുമാനങ്ങൾ എടുക്കരുത്. സ്ഥിരമായി ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുക. മീനം രാശിയുടെ സ്വഭാവമായ സ്ഥിരത ഉപയോഗിച്ച് ഈ വെല്ലുവിളികളെ അതിജീവിക്കുക. അപ്പോൾ വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. നിങ്ങൾ ഈ കാര്യങ്ങൾ ആഴത്തിൽ വിശകലനം ചെയ്താൽ ഓരോ കാര്യത്തിലും ഒരു മുന്നറിയിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട്. ബഹുമാനമില്ലാത്ത ഒരിടത്ത് നിൽക്കുന്നത് നിങ്ങളുടെ സർഗാത്മകതയെ തടസ്സപ്പെടുത്തും. മനസ്സ് നിരന്തരം അശാന്തിക്ക് അടിമപ്പെടും. ഒരു വ്യക്തി മാനസികമായി സമാധാനത്തിലായിരിക്കുമ്പോൾ മാത്രമേ സാമ്പത്തികമായി വളരാൻ കഴിയൂ. എന്നാൽ അപമാനങ്ങൾ നേരിടുന്നിടത്ത് നിങ്ങളുടെ ഏകാഗ്രതയ്ക്ക് ഭംഗം വരും.
അതുവഴി നിങ്ങളുടെ തൊഴിലിലോ ബിസിനസ്സിലോ നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആത്മാഭിമാനം എന്നത് കേവലം വൈകാരികമായ കാര്യം മാത്രമല്ല, അത് നിങ്ങളുടെ ഭൗതിക വളർച്ചയ്ക്കും ഒരു അടിത്തറയാണ്. അതുപോലെ ഒരിക്കൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ട സ്ഥലം ഒരു വിഷവലയം പോലെയാണ്. അവിടേക്ക് വീണ്ടും പോകുന്നത് ആ വിഷവലയത്തിലേക്ക് സ്വമേധയാ പോകുന്നത് പോലെയാണ്. ക്ഷമിക്കുന്ന സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് പലരും പറയാറുണ്ട്. എന്നാൽ വഞ്ചകരെ വിശ്വസിക്കുന്നത് ക്ഷമിക്കലല്ല, അത് ആത്മവഞ്ചനയാകും. നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ സുരക്ഷയാണ്. നിങ്ങൾ സുരക്ഷിതനായിരിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നന്നായിരിക്കൂ. അറിയാത്ത സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ വേട്ടയാടുന്ന ദോഷഫലങ്ങൾ ഉണ്ടാക്കും. ശാരീരിക മുറിവുകൾ ഉണങ്ങിയേക്കാം. എന്നാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്ന ഭയവും കുറ്റബോധവും ഒരിക്കലും മാഞ്ഞുപോകില്ല. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെന്ന് പറയുന്നവരുടെ യഥാർത്ഥ നിറം മുൻകൂട്ടി തിരിച്ചറിയുക. അവർ നിങ്ങളെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ നിർബന്ധിക്കുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള ഉദ്ദേശ്യം എന്താണെന്ന് വിശകലനം ചെയ്യുക. ഇന്നത്തെ കാലത്ത് മനുഷ്യർ സ്വാർത്ഥതയ്ക്കു വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്. നിങ്ങളുടെ നല്ല മനസ്സിനെ ബലഹീനതയായി കണക്കാക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. എപ്പോഴും ഓർക്കുക, ദൈവം നിങ്ങളെ സഹായിക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കണം. വിവേകമുള്ളവൻ അപകടം മുൻകൂട്ടി കാണുന്നു. ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നവൻ ഒരിക്കലും തോൽക്കില്ല. മീനം രാശിക്കാർക്കുള്ള വലിയ വരം എന്തെന്നാൽ നിങ്ങൾക്ക് ഏതൊരു കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിക്കാൻ കഴിയും. ആ നിരീക്ഷണം ഇപ്പോൾ നിങ്ങളുടെ ആത്മരക്ഷയ്ക്കായി ഉപയോഗിക്കുക. ഈ 3 നിയമങ്ങളെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കിയാൽ പിന്നെ നിങ്ങൾക്ക് ഒരു തിരിച്ചടിയും ഉണ്ടാകില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനോടൊപ്പം സമൂഹത്തിൽ നിങ്ങൾക്ക് ലഭിക്കേണ്ട ബഹുമാനം ലഭിക്കുകയും ചെയ്യും. സമാധാനപരമായ ജീവിതം നയിക്കുക എന്നത് ഓരോരുത്തരുടെയും അവകാശമാണ്. അത് സംരക്ഷിക്കാൻ ആവശ്യമായ കഠിന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ മടിക്കരുത്. നിങ്ങളുടെ ക്ഷേമമാണ് നിങ്ങൾക്ക് പ്രധാനം, മറ്റെല്ലാം അതിനുശേഷമാണ്. നിങ്ങൾ ഈ നിയമങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സാമ്പത്തിക സ്ഥിരതയും കുടുംബത്തിൽ സന്തോഷവും എപ്പോഴും നിലനിൽക്കും. ഈ മുന്നറിയിപ്പുകളെ ഗൗരവമായി കണ്ട് നിങ്ങളുടെ ജീവിതം സുരക്ഷിതവും സന്തോഷകരവുമാക്കി നിലനിർത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധയോടെയിരിക്കുക, ജാഗ്രതയോടെയിരിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുക. നന്ദി.